മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലോറോഫൈസയിലെ ഏറ്റവും വെൽ ഡെവലപ്ഡ് എന്ന് പറയാവുന്ന ഒരു ടൈപ്പാണ് കണ്ടത്, കാര. കാരയുടെ ഹാബിറ്റാറ്റ്, മോർഫോളജി, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇത്ര വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് കാണുന്നത്. തുടർന്ന് കാരയുടെ ലൈഫ് സൈക്കിൾ കൂടെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ടൈപ്പ് അവസാനിപ്പിക്കാം. ഈ ഓരോ വീഡിയോയ്ക്ക് ചുവട്ടിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് ഒക്കെ ആയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. അതിന് 2 പർപ്പസാണുള്ളത്. ഒന്ന്, നിങ്ങളെ വിലയിരുത്തുന്നതും 2, എന്നെ വിലയിരുത്തുന്നതും. നിങ്ങളുടെ 2 ചോദ്യങ്ങളും ഉണ്ടാവാനകത്ത് 10 ചോദ്യങ്ങളാണ് കാണുക. അതിലൊരു 6-7 ചോദ്യങ്ങൾ നിങ്ങളുടെ അവയർനെസ്, എത്രത്തോളം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് അറിയാനുള്ള ചോദ്യങ്ങളാണ്. അത് വീണ്ടും വീണ്ടും കണ്ടു നോക്കിയിട്ട് എഴുതേണ്ടതല്ല. ഒരു പ്രാവശ്യം കണ്ട് നല്ല ശ്രദ്ധയോടെ ആണ് കാണുന്നതെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടിട്ട് അല്ലെങ്കിൽ 2 പ്രാവശ്യം കണ്ടിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. പെട്ടെന്ന് നിങ്ങൾക്കെന്ത് മനസ്സിലാകുന്നു, തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ, മിസ്കൺസെപ്ഷൻസ് എന്തെങ്കിലും ഫോം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്തരം ചോദ്യങ്ങൾ എഴുതുന്നത്. ഒരുപക്ഷെ ചോദ്യം കണ്ടതിന് ശേഷം വീണ്ടും കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ശരി ഉത്തരം എഴുതാൻ പറ്റും. അങ്ങനെ ചെയ്യേണ്ട. ഒരു പ്രാവശ്യം മൊത്തം കാണുക. എല്ലാം ശ്രദ്ധിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കാണുക. കണ്ടിട്ട് ആ 10 ചോദ്യങ്ങൾ എടുക്കുക, ഒരുമിച്ച് ആൻസർ ചെയ്യുക. ഒരു ചോദ്യം എടുത്തിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ഉദ്ദേശം നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കാണുക, ആൻസർ ചെയ്യാൻ പറ്റുക. തെറ്റുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ തെറ്റായ ധാരണ ഞങ്ങൾക്ക് ഉണ്ടായതെന്ന് ഞാൻ പരിശോധിക്കും, ക്ലാരിഫിക്കേഷൻസ് വരുത്തും. അതുപോലെ തന്നെ കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ ക്ലാസ്സിനെ പറ്റി ഉള്ളതാണ്. അതായത് ഞാൻ ഓരോ ക്ലാസ്സിലും സ്വാഭാവികമായിട്ടും ഇത് ഉദാത്തമായ ക്ലാസ്സോ ടെക്നിക്കൽ പെർഫെക്ഷനോ ഒന്നും ഇല്ലെങ്കിലും ഓരോ ക്ലാസ്സും കുറച്ചുകൂടെ തൊട്ട് മുമ്പുള്ളതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചമാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഫലപ്രദമായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. അത് കണ്ടൻറ്റിന് മാത്രമല്ല, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് വ്യത്യസ്തതകൾ കാണാൻ പറ്റും. നേരത്തെ കണ്ട വീഡിയോയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തതകളുണ്ടാവും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് അതിനകത്തുള്ളത്. അത് ആത്മാർത്ഥമായിട്ട് തന്നെ, സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ട് തന്നെ ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്കത് പ്രയോജനപ്പെടും. നമ്മൾ രണ്ട് കൂട്ടർക്കും അത് പ്രയോജനപ്രദമാകും. അതുകൊണ്ട് അത് നിങ്ങൾ ഗൗരവമായിട്ട് തന്നെ എടുക്കുക, ആൻസർ ചെയ്യുക. ഇനി നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കാരയിൽ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് വളരെ യുണീക്കാണ്. മാത്രമല്ല അതിൻ്റെ ആന്ത്രീഡിയത്തിൻ്റെ, ആർക്കിഗോണിയത്തിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് നോക്കിയാൽ അത് പല ശാസ്ത്രജ്ഞന്മാരും അതിനെയൊക്കെ ബ്രയോഫൈറ്റ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ആൽഗകളുടെ കൂട്ടത്തിൽ വെൽ ഡെവലപ്ഡ് ആണ്, ഏറ്റവും ഇവോൾവ് ആയ ഒരു ടൈപ്പാണ്. ഇതിൽ നിന്നായിരിക്കാം ഹയർ പ്ലാന്റ്സ് ഇവോൾവ് ചെയ്ത് വന്നത് എന്നൊക്കെയുള്ള ധാരണകൾക്ക് കാരണം ഇതിൻ്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സാണ്. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, ആന്ത്രീഡിയ ആൻഡ് ആർക്കിഗോണിയ. കാരയുടെ ആന്ത്രീഡിയത്തിനും ആർക്കിഗോണിയത്തിനും പ്രത്യേകം പേര് കൊടുത്തിട്ടുണ്ട്. സ്മിത്താണ് ആ പേര് കൊടുത്തത്. സ്മിത്തിനെ നിങ്ങൾക്കറിയാം അല്ലേ, ക്രിപ്റ്റോഗാമിക് ബോട്ടണി വോളിയം 1 and 2 എന്ന് പറയുന്ന ബുക്ക് വളരെ ഏറെ ഉപയോഗിക്കുന്ന പുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും വിപുലമായ ഗവേഷണം ഒരുപക്ഷെ ഫ്രിച്ചിന് ശേഷം ഇതിനകത്തൊക്കെ നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് സ്മിത്ത്. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ഈ 2 പേരുകളും. കാരയുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന് അഥവാ ആർക്കിഗോണിയത്തിന് പറയുന്ന പേര് നിക്യൂൾ എന്നാണ്. അതുപോലെ ആന്തറേഡിയത്തിന് അഥവാ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന് പറയുന്ന പേര് ഗ്ലോബ്യൂൾ എന്നാണ്. ഗ്ലോബുലാർ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഗ്ലോബ്യൂൾ എന്ന പേര് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 2 സ്ട്രക്ചേഴ്സും സാധാരണഗതിയിൽ ഒരു പ്രൈമറി ലാറ്ററലിൻ്റെ നോഡിൽ ആയിരിക്കും ഫോം ചെയ്യുക. പ്രൈമറി ലാറ്ററൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രൈമറി ലാറ്ററൽസ് ആർ ദ ബ്രാഞ്ചസ് ഓഫ് ലിമിറ്റഡ് ഗ്രോത്ത് ഓൺ ദ മെയിൻ ആക്സിസ് ഓർ ഓൺ എ ബ്രാഞ്ച് ഓഫ് അൺലിമിറ്റഡ് ഗ്രോത്ത്. അപ്പോൾ അതിൻ്റെ നോഡ്സിലാണ്, ലോവർ നോഡ്സിലൊക്കെയാണ് സാധാരണഗതിയിൽ ഈ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുക. കാര ഹോമോതാലിക്കും ഉണ്ട്, ഹെറ്ററോതാലിക്കും ഉണ്ട്. ഹോമോതാലിക്കാണ് സ്പീഷീസ് എങ്കിൽ ഒരു നോഡിൽ മുകളിലായി ആർക്കിഗോണിയം അഥവാ നിക്യൂളും താഴെ ആന്ത്രേഡിയവും കാണാം. ഈ ആന്ത്രേഡിയത്തിൻ്റെ
ഇന്നർ സ്പേസിലുള്ള ലിക്വിഡിൽ റെഡിഷ് ഓറഞ്ച് പിഗ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് വളരെ രസകരമാണ് മൈക്രോസ്കോപ്പിലൂടെ ഇതിൻ്റെ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കാണാൻ. ഈ ആന്ത്രേഡിയത്തിന് ഏകദേശം ഈ ഗ്ലോബ്യൂളിന് ഏകദേശം 1 മില്ലിമീറ്റർ കനം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ അല്ലാതെയും ഈ സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാം. ആ റെഡ് കളർ ഉള്ളതുകൊണ്ട് ഒരു ടിഗ് എടുത്ത് പ്രകാശത്തിന് നേരെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ ഓറഞ്ച് മണികൾ പോലെ ഈ ആന്ത്രേഡിയം കാണാൻ പറ്റും. മൈക്രോസ്കോപ്പിൽ വളരെ രസകരമാണ്. പിക്ചർ നിങ്ങൾ കാണുക, വളരെ രസകരമാണ് അതിൻ്റെ അപ്പിയറൻസ്. അതിൻ്റെ കളറാണ് കാരണം. അപ്പോൾ ഹോമോതാലിക് ആണെങ്കിൽ രണ്ടും ഒരുമിച്ച് കാണും. ഹെട്രോതാലിക് സ്പീഷീസ് ആണെന്നുണ്ടെങ്കിൽ, ബൈസെക്ഷൽ അല്ല എന്നുണ്ടെങ്കിൽ, അഥവാ ഡൈഷ്യസ് ആണ് എങ്കിൽ രണ്ട് വ്യത്യസ്തങ്ങളായ താലസുകളിലായിരിക്കും ആന്ത്രേഡിയവും മാർക്കിഗോണിയവും ഫോം ചെയ്യുന്നത്. പക്ഷേ ഭൂരിപക്ഷം സ്പീഷീസുകളും ഹോമോതാലിക്കാണ്. നമുക്കിനി ഈ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം ആന്ത്രേഡിയത്തിൻ്റെ സ്ട്രക്ചർ നോക്കുക. ആന്ത്രേഡിയം ഷീൽഡ് സെൽസ് എന്നറിയപ്പെടുന്ന ഒരു സെൽസ് കൊണ്ട് കവർ ചെയ്യപ്പെട്ടാണ് കാണപ്പെടുന്നത്. ആ ഷീൽഡ് സെൽസ് അടുക്കി വെച്ചിട്ടാണ് ഈ ഒരു ഗ്ലോബുലാർ സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഭാവനയിൽ കാണുക ഇതിൻ്റെ സ്ട്രക്ചർ. നമുക്കതല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാർഗ്ഗമില്ല. ഫോട്ടോഗ്രാഫ്സൊക്കെ കാണിക്കാം, പക്ഷേ ഒന്ന് മനസ്സിലുറപ്പിച്ച് കഴിഞ്ഞാൽ എഴുതാൻ പറ്റും, ബുദ്ധിമുട്ടില്ല. ഒരു ബോൾ പോലെ ഇരിക്കുന്നതാണ് ഈ ആന്ത്രേഡിയം. ഒരു പേരിന് വേണ്ടി ഒരു പെഡിസൽ ഉണ്ട്, ഒരു പെഡിസൽ സെല്ലുണ്ട്, ഒരു ബേസൽ സെല്ലും ഉണ്ട്. ഈ ആന്ത്രേഡിയം അറ്റാച്ച് ചെയ്യുന്ന ഒരു ബേസൽ സെല്ലും ഉണ്ട്. അതിൻ്റെ ടിപ്പിലാണ് ഈ ഗ്ലോബുലാർ ആന്ത്രേഡിയം ഇരിക്കുന്നത്. ഈ ആന്ത്രേഡിയത്തിൻ്റെ ഷീൽഡ് സെൽസ് എന്ന് പറയുന്നത് 8 സെല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഈ 8 സെല്ല് എൻഡ് ടു എൻഡ് അടുക്കി വെച്ചിട്ടാണ് ഈ ഗ്ലോബുലാർ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ രണ്ടായിട്ട് പകുതി ആലോചിക്കുക. ആ ഗ്ലോബുലാർ സ്ട്രക്ചറിനെ വീണ്ടും രണ്ടായിട്ട് പോകും. അപ്പോൾ ഒരു പന്തിൻ്റെ ഒരു വശത്തിൻ്റെ 4/1, അഥവാ മൊത്തം വശത്തിൻ്റെ 8/1. ഒരു ഗ്ലോബുലാർ സ്ട്രക്ചർ നമ്മൾ 2ആയിട്ട് മുറിക്കുന്നു, 4ആയിട്ട് മുറിക്കുന്നു, വീണ്ടും 8ആയിട്ട് മുറിക്കുന്നു. ഒരു കഷ്ണം ഇങ്ങനെ ഇരിക്കും, അടുത്തൊരു കഷ്ണം ഇങ്ങനെ ഇരിക്കും, അടുത്തൊരു കഷ്ണം ഇങ്ങനെ ഇരിക്കും. അങ്ങനെ 8 എണ്ണം ചേർന്നിട്ടാണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഓരോ സെല്ലിനും പറയുന്ന പേര് ഷീൽഡ് സെൽസ് എന്നാണ്. ഷീൽഡ് സെൽസ്. അപ്പോൾ ഈ ഷീൽഡ് സെൽസ് എൻഡ് ടു എൻഡ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് ആന്ത്രേഡിയം ഉണ്ടായിരിക്കുന്നത്. ഈ ഷീൽഡ് സെൽസ് കർവ്ഡാണ്. കർവ്ഡ് ആയിട്ടുള്ള ഈ സെൽസിന് ഒരു കോൺകേവ് ഫേസും ഒരു കോൺവെക്സ് ഫേസും ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കോൺവെക്സ് ഫേസ് എന്ന് പറയുന്നത് പുറത്തേക്കായിരിക്കും, കോൺകേവ് എന്ന് പറയുന്നത് അകത്തേക്കായിരിക്കും. അതുകൊണ്ടാണല്ലോ ബോൾ ഷേപ്പ് കിട്ടുന്നത്. ഈ കോൺകേവ് സർഫസിന് അഥവാ അകത്തേക്കുള്ള സർഫസിൽ നടുക്ക് ഒരു പെഡിസൽ പോലെ ഒരു സ്ട്രക്ചർ കാണാം. ഒരു കുട ആലോചിച്ചാൽ മതി. ഒരു കുട ഉണ്ടെങ്കിൽ അതിൻ്റെ കുടയുടെ കാലിങ്ങനെ അകത്തോട്ട് നീണ്ടു നിൽക്കുന്ന പോലെ ഈ ഓരോ ഷീൽഡ് സെല്ലിൻ്റെയും നടുക്കുന്ന താഴേക്ക് ഒരു സ്ട്രക്ചർ കാണാം. അതിനെയാണ് നമ്മൾ മാനുബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 8 ഷീൽഡ് സെൽസും ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. 8 ഷീൽഡ് സെൽസിൻ്റെയും നടുക്കുന്ന സെൻറ്ററിലേക്ക് ആ മാനുബ്രിയം നീണ്ടു നിൽക്കും. ഇങ്ങനെ ഈ മാനുബ്രിയത്തിൻ്റെ ടിപ്പിൽ നമുക്ക് അടുത്ത ഒരു സെല്ല് കാണാം. അത് നമ്മൾ പ്രൈമറി ക്യാപിറ്റുലം എന്ന് പറയും. ഈ പ്രൈമറി ക്യാപിറ്റുലത്തിൽ നിന്ന് അടുത്ത സെല്ല് ഡിവൈഡ് ചെയ്യും. അതിന് നമ്മൾ സെക്കൻഡറി ക്യാപിറ്റുലം എന്ന് പറയും. ടിപ്പിക്കലി പ്രൈമറി ക്യാപിറ്റുലം, സെക്കൻഡറി ക്യാപിറ്റുലം ഇത്ര വരെയാണ് ഉള്ളത്. ഈ സെക്കൻഡറി ക്യാപിറ്റുലത്തിൽ നിന്നാണ് സ്പെർമാറ്റോജിനസ് ഫിലമെൻറ്റ്സ് ഓർ ആന്ത്രേഡിയൽ ഫിലമെൻറ്റ്സ് ഫോം ചെയ്യുന്നത്. ആന്ത്രേഡിയൽ ഫിലമെൻറ്റ്സിനകത്ത് ഓരോ ഫിലമെൻറ്റിൽ നിന്നും സ്പെർമാറ്റോസൂയിഡ്സ് അഥവാ സ്പേംസ് ഉണ്ടാവും. അപ്പോൾ സെക്കൻഡറി ക്യാപിറ്റൽ കഴിഞ്ഞ് വീണ്ടും ഡിവിഷൻ നടന്ന ടെർഷറി ക്യാപിറ്റലോ അതിൽ കൂടുതലോ സെൽസ് ഉണ്ടായിരുന്നിരിക്കാം. അതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് ഫിലമെൻറ്റ്സ് ഉണ്ടാകുന്നു. ഈ ഫിലമെൻറ്റ്സിനകത്താണ്, അല്ലെങ്കിൽ ആന്ത്രേഡിയൽ ഫിലമെൻറ്റ്സിനകത്താണ് ആന്ത്രോസൂയിഡ്സ് അഥവാ സ്പേംസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സ്ട്രക്ചർ മെച്യൂർ ആകുമ്പോൾ ഈ ഷീൽഡ് സെൽസ് സെപ്പറേറ്റ് ചെയ്യുകയും ഷീൽഡ് സെൽസ് ഒന്നിൽ നിന്ന് വേർതിരിഞ്ഞ് പോകുമ്പോൾ ഇത് മൊത്തത്തിൽ അടർന്നു പോവുകയും ഷീൽഡ് സെൽസ് മറിഞ്ഞിങ്ങനെ വീഴുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന നമുക്ക് മാനുബ്രിയം കാണാം, പ്രൈമറി ക്യാപിറ്റലോ സെക്കൻഡറി ക്യാപിറ്റലോ കാണാം, സ്പെർമാറ്റോസൂയിഡ്സ് ഡെവലപ്പ് ചെയ്ത ഫിലമെൻറ്റ്സ്, സ്പെർമാറ്റോസോയിഡ്സ് മദർ സെൽസിനകത്ത് നിന്ന് സ്പെർമാറ്റോസോയിഡ്സ് റിലീസ് ചെയ്യുന്ന കാണാം.
ഈ റിലീസ് ചെയ്യപ്പെടുന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് ഗവേഷണം, ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. സ്പെർമാറ്റോസോയിഡ് മദർ സെൽസിൽ നിന്ന് സ്പെർമാറ്റോസോയിഡ്സ് റിലീസ് ചെയ്യപ്പെടുന്നു. ആ ഗമീറ്റ്സ് ഫ്ലാജുലേറ്റഡ് ആണ്, ഒരു കോയിൽഡ് ആണ്, സ്പൈറലി കോയിൽഡ് ആണ്. അതിൻ്റെ ആൻറ്റിറെൻഡിൽ ടിപ്പിലായിട്ട് 2 അൺഈക്വൽ ഫ്ലാജല്ല കാണാം. അതിൻ്റെ ഷേപ്പ് നമുക്ക് ഫിഗറിൽ കാണാം. ആന്ത്രിഡിയത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ വിശദമായിട്ട് കാണുന്നില്ല, എങ്കിലും നമുക്ക് പറയാം നോഡൽ സെൽസിലെ പെരിഫറൽ സെൽസിൽ നിന്നാണ് ഒരു ആന്ത്രിഡിയൽ ഇനിഷ്യൽ ഉണ്ടാകുന്നത്. ഈ ആന്ത്രിഡിയൽ ഇനിഷ്യൽ ആദ്യം ഒരു പെരിക്ലൈനൽ ഡിവിഷന് വിധേയമാവും. ഒരു ഔട്ടർ സെല്ലും ഇന്നർ സെല്ലും ഉണ്ടാവും. ഇന്നർ സെല്ല് 5 പെരിഫറൽ സെൽസായിട്ട് മാറിയിട്ട് അതിൽ നിന്നാണ് മുകളിലേക്ക് ഒരു ആർക്കിഗോണിയം ഡെവലപ്പ് ചെയ്യുന്നത്. താഴേക്ക് ആന്ത്രിഡിയം ഡെവലപ്പ് ചെയ്ത് വരും. ഇനി ഊഗോണിയത്തിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ, ഊഗോണിയം ഓർ ന്യൂക്യൂൾ ഓഫ് കാര ഈസ് എൻ ഓവൽ ഷേപ്ഡ് സ്ട്രക്ചർ. റൗണ്ട് അല്ല, ഗ്ലോബുലാർ അല്ല, ഒരു ഓവൽ ഷേപ്ഡ് സ്ട്രക്ചറാണ്. അതൊരു 7 മില്ലിമീറ്റർ വരെ നീളം കാണാം. സാമാന്യ വലിപ്പമുള്ളതാണ്. പക്ഷേ അത് കളർ ഇല്ലാത്തതുകൊണ്ട് അത്ര കോൺസ്പിക്യൂസ് അല്ല. നമ്മുടെ നേക്കഡ് ആയാലും മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ വളരെ രസകരമാണ്. ഇത് നിക്യൂളും ഗ്ലോബ്യൂളും കൂടെ നിൽക്കുന്നത് കാണാൻ. നിക്യൂളിൽ ഒരു ഊഗോണിയം കാണാം. ഊഗോണിയം അതിനകത്ത് ഒരു എഗ് സെൽ മാത്രമേ കാണത്തുള്ളൂ. ഒരു ഊഗോണിയം വിത്ത് ആൻ എഗ് സെൽ ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ 5 covering cells. These 5 covering cells spirally coil around the nucleus, and at the tip of the nucleus, these covering cells gives rise to another cell which project out, and the structure appear as a corona. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അഥവാ നമ്മുടെ ഒരു സാധാരണ ഓറഞ്ച് മിഠായി ഉണ്ടല്ലോ, മിഠായി പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ആലോചിച്ച് നോക്കുക. അത് പക്ഷേ വെറുതെ ചുരുട്ടിയിരിക്കുകയല്ല. ഈ 5 സെൽസ് ഈ സെല്ലിന് ചുറ്റും ഇങ്ങനെ സ്പൈറലി കോയിൽ ചെയ്തിട്ട് ടിപ്പിൽ വന്ന് അതിൻ്റെ അറ്റം ചുരുട്ടി വെച്ചേക്കുന്ന പോലെ ഈ 5 സെൽസ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അത് തന്നെയാണ് നമ്മൾ കൊറോണ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പാണ് അതിനകത്തുള്ളത്. പക്ഷേ ഇതിനകത്തുള്ള ഊഗോണിയത്തിനകത്ത് ഒരു സെല്ല്, എഗ് സെല്ല് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ എഗ് സെല്ല് ഈ ഓവൽ ഷേപ്ഡ് സ്ട്രക്ചറിൻ്റെ ബേസിലാണ് കാണപ്പെടുക. മെച്യൂർ ആകുമ്പോൾ ഏകദേശം 7 മില്ലിമീറ്റർ നീളം ഉണ്ടാവും. നമ്മുടെ ആന്ത്രിഡിയത്തിന് 1 മില്ലിമീറ്റർ വരെയൊക്കെ ഉണ്ടാവും. ഈ ആന്ത്രിഡിയം സ്പ്ലിറ്റ് ചെയ്ത് ഷീൽഡ് സെൽസ് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള ആന്ത്രിഡിയൽ ഫിലമെൻസിൽ നിന്ന് സ്പേംസ് റിലീസ് ചെയ്യപ്പെടും. ഈ റിലീസ് ചെയ്യപ്പെടുന്ന സ്പേംസ് സ്വിം ചെയ്ത് വരുമ്പോൾ ഈ മെച്യൂർ ആകുന്ന ന്യൂക്യൂളിൻ്റെ ഈ കവറിങ് സെൽസിന് ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിലൂടെ സ്പേംസ് അകത്തേക്ക് കിടക്കുകയും അകത്തുള്ള ഓവത്തിൻ്റെ റിസപ്റ്റീവ് സ്പോട്ടിൽ എത്തുന്ന ഒരു സ്പേം ഇതിനകത്തേക്ക് കിടക്കുകയും എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുക. ഊസ്പോർ ഒരു തിക്ക് കവറിങ് ഫോം ചെയ്യും. അത് പെരിനേറ്റിംഗ് ആണ്. അഡ്വേഴ്സ് കണ്ടീഷൻസിൽ അത് സെറ്റിൽ ചെയ്ത് കിടക്കും. അടുത്ത ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ അത് ജെർമിനേറ്റ് ചെയ്യത്തുള്ളൂ. ഒരു തിക്ക് കവറിങ് ഫോം ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാര ഒരു ഹാപ്ലോയിഡ് പ്ലാന്റ് ആണ്. ലൈഫ് സൈക്കിൾ ഒരു ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ്. മെച്യൂർ കാര എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഗമീറ്റ് ഫോർമേഷൻ സമയത്തൊന്നും മിയോസിസ് ഇല്ല. യൂസ്പോറിനകത്താണ് സൈഗോട്ട്, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സൈഗോട്ട് ഇരിക്കുന്നത്. ഊസ്പോറിൻ്റെ ജെർമിനേഷൻ സമയമാകുമ്പോൾ ഈ സൈഗോട്ടിൽ ന്യൂക്ലിയസ് മിയോസിന് വിധേയമാകും. മിയോസിന് വിധേയമായാൽ അതിനകത്തുനിന്ന് 4 ന്യൂക്ലിയസ് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. 4 ന്യൂക്ലിയസിൽ 3 ന്യൂക്ലിയസ് താഴെയുള്ള സെല്ലിലേക്കും 1 ന്യൂക്ലിയസ് മുകളിലേക്കുള്ള സെല്ലിലേക്കും മൂവ് ചെയ്തിട്ട് ഒരു സെൽ വാൾ ഫോം ചെയ്യാം. അങ്ങനെ ഒരു 3 ന്യൂക്ലിയേറ്റഡ് സെല്ലും ഒരു യൂണി ന്യൂക്ലിയേറ്റ് സെല്ലും ഉണ്ടാവും. ഈ 3 ന്യൂക്ലിയേറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു നറിഷിങ് പർപ്പസ് ഉള്ളതാണ്. പതുക്കെ അതങ്ങ് ഡിസെൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുകയും ഈ സിംഗിൾ സെൽ അപ്പർ സെല്ലിൽ നിന്ന് 2 ഇനിഷ്യൽസ് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ ഈ ഊസ്പോർ ജെർമിനേറ്റ് ചെയ്യുന്നു, ഊസ്പോർ ബേസ്റ്റ് ചെയ്യുന്നു. ഈ അപ്പർ സെല്ല് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്തിട്ട് ഒരു പ്രോട്ടോനിയമൽ ഇനിഷ്യലും ഒരു റൈസോയിഡൽ ഇനിഷ്യലും പുറത്തേക്ക് വളരും. രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും വളരുക. റൈസോയിഡൽ ഇനിഷ്യൽ വളർന്ന് റൈസോയിഡായിട്ട് മാറും. ഈ പ്രോട്ടോനിയമൽ ഇനിഷ്യൽ വളർന്നിട്ട് നോട്ട്സ് ഫോം ചെയ്യുകയും ഈ പ്രോട്ടോനിയമയുടെ നോട്ട്സിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ജെർമിനേറ്റ് ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ ഈ പ്രോട്ടോനിയമയുടെ പ്രസൻസും ഈ കാരയെ നമുക്ക് ഒരു ബ്രയോഫൈറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പര്യാപ്തമാക്കുന്നതാണ്. ബ്രയോഫൈറ്റ് എന്നല്ല, മോസസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം ഈ പ്രോട്ടോനിയമയുടെ പ്രസൻസ് കൊണ്ട്. കാര്യം ഈ പ്രൈമറി പ്രോട്ടോനിയമയിൽ നിന്നാണ് മെച്യൂർ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാപ്ലോയിഡ് താലസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്കത് മോസസുമായിട്ട് ഒരു കമ്പയർ ചെയ്യാവുന്ന ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറാണെന്ന് പറയാം. മാത്രമല്ല, നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ സമയത്ത് കണ്ടു
സെക്കൻഡറി പ്രോട്ടോനിമ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഈ താലസിൽ നിന്നുണ്ടാവുകയും അതും പുതിയ പ്ലാന്റ്സ് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ മെത്തേഡായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കാണാം. അപ്പോൾ ഈ പ്രോട്ടോനിമൽ ഇനിഷ്യൽ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറാണ് ലോവർ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം. അത് നമുക്ക് കാരയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി കാരയുടെ ഐഡൻറ്റിഫൈങ് അല്ലെങ്കിൽ സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ ഓരോന്നായിട്ട് നമുക്ക് പറയാം. ഒന്ന്, ഈ പ്ലാന്റ് വളരെ വലുതാണ്, നല്ല ഹൈറ്റ് ഉള്ളതാണ്. 1 അടി 2 അടി വളരെയാണ് സാധാരണ അതിൻ്റെ ഹൈറ്റ്. ചിലപ്പോൾ പറഞ്ഞല്ലോ 1 മീറ്റർ വരെ ഉയരമുള്ള പ്ലാന്റ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ലാൻഡ് ഡ്വല്ലേഴ്സാണ് വെള്ളത്തിനടിയിൽ മണ്ണിൽ പറ്റിപ്പിടിച്ച് വളർന്നിട്ട് മുകളിലേക്ക് ഡാഷ് ചെയ്ത് താലസ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഹൈറ്റ് എത്രയും വരെ എത്താം. അതുകൊണ്ടൊരു ലാർജ് പ്ലാന്റാണ്. പ്ലാന്റ് ബോഡി ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ നോഡ്സ് ആൻഡ് ഇൻ്റർനോഡ്സ്. ഇൻ്റർനോഡ്സ് എന്ന് പറയുന്നത് കോർട്ടിക്കൽ സെൽസ് നമുക്ക് കാണാം. കോർട്ടിക്കൽ സെൽസ് നോഡ്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുമെന്നാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നോഡിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസാണ്. ഈ ഐസോഡയമെട്രിക് ആയിട്ടുള്ള 2 ലെയേഴ്സ് ഓഫ് സെൽസ് നമുക്ക് നോഡ്സിൽ കാണാം. 2 തരം ബ്രാഞ്ചസ്, പ്രൈമറി ലാറ്ററൽസും സെക്കൻഡറി ലാറ്ററൽസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ. മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ, നമ്മൾ ഇടകോണീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ താലസിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സെൽസ് അല്ല. ഇടകോണീയത്തിൽ നമ്മൾ കണ്ടത് എങ്ങനെയായിരുന്നു? ഒരു ക്യാപ് സെൽസും അല്ലാത്ത സെൽസും ഉണ്ട്. ക്യാപ് സെൽസ് എല്ലാം ഡിവൈഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. താലസിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു ഡോം ഷേപ്ഡ് അപ്പിക്കൽ സെല്ലാണ്. അപ്പോൾ ഒരു മെരിസ്റ്റമാറ്റിക് നേച്ചർ താലസിലേക്ക് വരുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒരു അപ്പിക്കൽ ഡോം സെല്ല് ആണ് താലസിൻ്റെ ഗ്രോത്തിന് കാരണം. ആ ഡോം സെല്ല് തന്നെയാണ് 2 തരത്തിലുള്ള ഇൻ്റർനോഡൽ സെല്ലിനെയും നോഡൽ സെല്ലിനെയും ആൾട്ടർനേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ നമ്മൾ ഓർക്കേണ്ടത്, ദർ ഇസ് നോ asexual reproduction with the help of spores. We have discussed only the vegetative reproduction and also sexual reproduction. Vegetative reproduction due to some tuber-like structures. Amylum stars are also different types of bulbils, but there are no spores at all. So absence of asexual spores is an important feature in the case of Cara. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ പ്രൊട്ടക്റ്റഡ് ഊഗോണിയം എന്നുള്ളത്. ഈ 5 സെൽസ് പെരിഫറൽ സെൽസ് കൊണ്ട് കവർ ചെയ്യപ്പെട്ട ഒരു ഊഗോണിയം എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറായിട്ട് നമുക്ക് പറയാം. മാത്രമല്ല ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. നമുക്കൊരു ഇൻ്റർനോഡുമായിട്ട് ഉപമിക്കാം ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ. അതായത് ഇൻ്റർനോഡിൽ കാണപ്പെടുന്ന ആ കോർട്ടിക്കൽ സെൽസ്, നോഡിൽ നിന്ന് താഴേക്ക് വളർന്ന് കോർട്ടിക്കൽ സെൽസ് ഇൻ്റർനോഡൽ സെൽസിനെ സറൗണ്ട് ചെയ്യുന്നത് പോലെയാണ് നടുക്കുള്ള എഗ് സെല്ലിനെ അല്ലെങ്കിൽ ഊഗോണിയത്തെ ഈ പെരിഫറൽ സെൽസ് സറൗണ്ട് ചെയ്ത് പോകുന്നതും ടിപ്പിലേക്ക് ചെന്ന് ഒരു കൊറോണ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഊഗോണിയം പ്രൊട്ടക്റ്റഡ് ബൈ എ ലെയർ ഓഫ് ഔട്ടർ കവറിങ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് നമുക്ക് കാണാം. ആന്തരീഡിയത്തിലെ ക്യാപിറ്റുലാർ സെൽസ്, മാനുബ്രിയം, സ്പെർമാറ്റോജിനസ് സെൽസ്, ഷീൽഡ് സെൽസ്, പ്രൊട്ടക്റ്റഡ് കണ്ടീഷൻ ആൻഡ് ഓപ്പണിംഗ് ഓഫ് ദിസ് ആന്തരീഡിയ, റിലീസ് ഓഫ് ആന്ത്രോസൂയിഡ്സ്, ഇതൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉള്ള ക്യാരക്ടേഴ്സാണ്. കാരയുടെ ക്യാരക്ടർ പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ പ്രത്യേകം ഓർക്കണം. അതിൻ്റെ കൂടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ സ്പെർമാറ്റോജിനസ് ഫിലമെൻറ്റിൽ നിന്നും, അതുപോലെ ആന്ത്രീഡിയൽ ഫിലമെൻറ്റിൽ നിന്നും ഏകദേശം 5000-ഓളം സ്പേംസ് റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരു ആന്ത്രീഡിയത്തിൽ എത്രത്തോളം ഒന്ന് ആലോചിച്ച് നോക്കുക. വളരെ ലാർജ് നമ്പർ ഓഫ് ആന്ത്രോസൂയിഡ്സ് ആർ റിലീസ്ഡ് from each spermatozoid filament or antheridial filament, and each spermatozoid mother cell gives rise to a single spirally coiled flagellated sperm. വീണ്ടും നമ്മൾ സൈഗോട്ട് ജെർമിനേഷനിലേക്ക് വരുമ്പോൾ the zygote undergoes meiosis and gives rise to 4 haploid nuclei. Among them 3 are included in the basal cell, which has a nutritive function or functions as a nurse cell. They gradually degenerate but provide food to the developing apical cell. വീണ്ടും നമ്മൾ ഇപ്പോൾ പറഞ്ഞ presence of protonema. From the protonema, the first basal node, the new plant arise, and it is also a unique feature of the Cara. Coming to the life cycle, we can see it is a haplontic life cycle where the plant body is a haploid and the diploid stage is represented only by the zygote. We can see the life cycle here. Haploid plant reproduced by different types of vegetative methods and also reproduced by sexual method. Antheridia and Archegonia. The globule and nicule are formed. From the globule and the nicule, the anthrozoid mother cell and egg mother cell
from which a single egg is formed in the oogonium, and the thousands of sperms or anthrozooids are formed from the anthrozooid filaments, and they fertilize to form the zygote. The zygote undergo meiosis at the time of germination. From the zygote, the primary protonema is produced. From the primary protonema, the mature plants grows out. So this is a simple life cycle, but there are complicated structures in the life cycle. Thank you.